നമ്മളെ കൂടെ ഉള്ളത് അമരമ്പലം കൃഷി ഓഫീസറായിട്ടുള്ള ഷിഹാസ് സാറാണ്. സാറിനെ നമ്മൾ കൊണ്ടുവരാനുള്ള കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടുള്ള, പ്രത്യേകിച്ച് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടുള്ള ഭീമൻ ആഫ്രിക്കൻ ഒച്ചിൻ്റെ വളർച്ച അതിഭീകരമായിട്ടാണുള്ളത്. എങ്ങനെയാണിത് നമ്മുടെ നാട്ടിലേക്ക് വന്നത്, അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ വ്യാപനം, ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ള പല രൂപത്തിലുള്ള സംശയങ്ങൾ ആളുകൾക്കുണ്ട്. ഇതിനെങ്ങനെ നശിപ്പിക്കാം, നശിച്ചു കഴിഞ്ഞാൽ ഇത് കർഷകർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാൻ ഷിഹാസ് സാറുണ്ട്. കൂടുതൽ വിവരങ്ങൾ സാറ് നിങ്ങളോട് സംസാരിക്കും. എങ്ങനെയായിരുന്നു ഭീമൻ ആഫ്രിക്കൻ ഒച്ച് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ എത്താനുള്ള ഒരു കാരണം? അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജയൻറ്റ് ആഫ്രിക്കൻ സ്നെയിൽ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കിഴക്കൻ ആഫ്രിക്കയിലാണ് ഇതിൻ്റെ സ്വദേശം നമുക്ക് പറയാവുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പല സാധനങ്ങളും അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അതിൽ വീഡ്സ് ഉണ്ട്. ഇപ്പോൾ കീടങ്ങളിൽ പറയാൻ തന്നെ ഇപ്പോൾ ഏറ്റവും സമീപത്തിൽ നമുക്ക് പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ്റെ വെള്ളീച്ച, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ ഒരു അധിനിവേശ കീടത്തിൽപ്പെട്ട, അതുപോലെ അധിനിവേശമായിട്ട് വന്നൊരു കീടമാണ്. ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് 1847 വെസ്റ്റ് ബംഗാളിലൊക്കെയാണ്. അതിനുശേഷം കേരളത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1955 പാലക്കാടാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു കീടമാണ് എന്നുള്ള തോതിൽ റിപ്പോർട്ട് ചെയ്ത് വന്നത് 2005 നമ്മുടെ എറണാകുളത്തുള്ള വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. എങ്ങനെയായിരിക്കും അവിടേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ? അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ സീ പോർട്ട് കിടക്കുന്നത്. അപ്പോൾ അവിടുന്ന് തടി ഇറക്കുമതി ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുവഴി വന്നതായിരിക്കാം എന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. തടിയിലൊക്കെ മുട്ടിട്ട് വെച്ചിട്ടുണ്ടോ? തടിയിലൊക്കെ മുട്ടിട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ തടിയിലൂടെ ഇങ്ങനെ പല രീതിയിൽ. ഇപ്പം നമ്മുടെ മലയാളികൾക്കൊരു ശീലമുണ്ട്. നമ്മളെവിടെ പോയി കഴിഞ്ഞാലും അവിടുന്ന് ഒരു ചെടിയോ പൂവോ എന്തെങ്കിലും നമ്മൾ പറിച്ച് നമ്മളെ ബാഗിലാക്കിയിട്ട് കൊണ്ടുവരും. അത് നമ്മളുടെ ഒരു ശീലമാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതുപോലെ അല്ല. അതായത് ഇത് ലോകത്തിലെ തന്നെ നമ്മുടെ ഏറ്റവും അധിനിവേശ കീടങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് 2 വരുന്ന രണ്ടാമത്തെ ഒരു അധിനിവേശ കീടമാണ് നമ്മുടെ ഈ ജയൻറ്റ് ആഫ്രിക്കൻ സ്നെയിൽ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ വന്നൊരു കമൻറ്റ്, ഇത് അവർക്ക് അലങ്കാരമാണ് എന്ന് വിചാരിച്ച്, ഇപ്പോൾ നമ്മൾ മീനിനെ കൊണ്ടുവരില്ലേ, അതുപോലെ അവർ ഇതിനെ കൊണ്ടുവന്നിട്ട് അവരുടെ അക്വേറിയത്തിൽ ഇട്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിലും ഇത് വ്യാപിക്കുന്നുണ്ടാവും. ഉണ്ടാവും സ്വാഭാവികം. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് മലയാളികൾക്ക് കൗതുകം, പല കാര്യങ്ങളും നമുക്ക് കൗതുകം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പലതും ഇപ്പോൾ ഞൗഞ്ഞിക്ക നമ്മൾ പലരും കഴിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നു കമൻസ് ഉണ്ട് ഇത് ഭക്ഷിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇത് അത്തരത്തിലുള്ളൊരു സാധനമേ അല്ല, പ്രത്യേകിച്ച് ഭക്ഷ്യയോഗ്യമേ അല്ല. പ്രത്യേകിച്ച് ഇതിനെ നമ്മൾ ഇനി കൈകാര്യം ചെയ്യുന്ന കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഒരിക്കലും നമ്മൾ കൈകൊണ്ട് ഇതിൻ്റെ തൊടാതെ ഇരിക്കാൻ ശ്രമിക്കുക. പല രാജ്യങ്ങളിലും ചിലപ്പോൾ ഇതിനെ കഴിക്കുന്നുണ്ടായേക്കാം. പക്ഷേ പല റിപ്പോർട്ടുകളിലും പറയുന്നത് ഇതിൻ്റെ ദേഹത്ത് നമ്മുടെ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗമുണ്ട്, അതിനെ മൂലകാരണമാവുന്ന വിര ഇതിലുണ്ട് എന്നുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ റിസ്ക് എടുക്കരുത്. ഇതിനെ നശിപ്പിക്കുന്ന സമയത്താണെങ്കിലും നമ്മളതിനെ പരമാവധി നഗ്ന കൈകൾ കൊണ്ട് തൊടരുത്. ഗ്ലൗ ഉപയോഗിച്ച് മാത്രമേ ഇതിനെ തൊടാൻ പാടുള്ളൂ അല്ലേ? എങ്ങനെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ വ്യാപനം ഉണ്ടായിട്ടുണ്ടാവുക? അതുപോലെ നമ്മുടെ പഞ്ചായത്തുകളിൽ, സാർ നിൽക്കുന്ന പഞ്ചായത്തുകളിൽ ഇതിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്ന ഈ ദിവസം പറയുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾ വരുന്നതിൻ്റെ കുറച്ച് മുൻപ് എനിക്ക് വന്ന് നമ്മുടെ 8ാം വാർഡ് അറിയുണ്ടാവും, TK കോളനി, ആ ഭാഗത്തു നിന്നാണ് ആൻ്റണിക്കാട് എന്നൊരു കർഷകൻ വന്ന്. ആളെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. ഇതിന് മുൻപൊരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ നമ്മുടെ തോട്ടേക്കാട്, നമ്മുടെ പഞ്ചായത്തിൽ, അമരമ്പലം പഞ്ചായത്തിൽ തോട്ടേക്കാട് നിന്ന് ഒരു 2-3 പേര് വന്നിരുന്നു. അത് കൂടുതലും കർഷകരല്ല, വീട്ടിലെ ആളുകളാണ്. ഇതൊരു കീടം മാത്രമല്ല. കാരണം ഇവൻ നമ്മൾ പറയുന്ന ഹൊറേഷ്യസ് ഫീഡർ എന്ന് പറയും. എന്ന് വെച്ചാൽ എന്തും കഴിക്കും, നല്ല ഭക്ഷണപ്രിയനാണ് ഇവൻ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിനാശകാരി എന്ന് വിളിക്കുന്നത്. എന്ത് സാധനം ഇവൻ കഴിക്കും. ഇനിയിപ്പോൾ ഒന്നും കിട്ടില്ലെങ്കിൽ നമ്മളെ മണ്ണിൽ നിന്ന് നിൽക്കുന്ന പുല്ല് വരെ ഇവൻ തിന്ന് തീർക്കും, നന്നായിട്ട് കഴിക്കും, ഭക്ഷണപ്രിയനാണ്. അതോടൊപ്പം തന്നെ ഇവൻ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ പറഞ്ഞ ഒച്ചിൻ്റെ പുറന്തോട് കണ്ടിട്ടുണ്ടോ? ഇതിനെ കണ്ടവർക്കറിയാം. നമ്മൾ സാധാരണ ഒച്ചിൻ്റെ സൈസല്ല, ഇവൻ നല്ല സൈസ് വെക്കും. അത്തരത്തിൽ വലുതൊക്കെ ഉണ്ട്. അതിൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട്. നല്ല വലിയ സൈസായ ഐറ്റംസ് നമ്മളവിടെ ഉണ്ട്. മാത്രമല്ല ഇവൻ്റെ ഒരു ലൈഫ് സൈക്കിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇവൻ എത്രത്തോളം വിനാശകാരിയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം ഇവൻ ആണും പെണ്ണും ഇണ ചേർന്നുകൊണ്ട് 2 പേരും മുട്ടയിടും. ഹെർമാപ്രോഡൈറ്റ് എന്ന് നമ്മൾ പറയും.
അപ്പോൾ ഇതിന് 500 മുതൽ 1000 മുട്ട വരെ ഒരു ലൈഫ് സൈക്കിളിലിടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം 2 പേരിടും. പിന്നെ ഇവൻ 5ഉം 10ഉം വർഷം വരെ ആയുസ്സുണ്ട്. അതാണ് ഈ സൈസ് വെക്കുന്നത്. പിന്നെ ഇവനൊരു 2-3 വർഷം വരെയൊക്കെ വേണമെങ്കിൽ അവൻ വിചാരിച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഒളിഞ്ഞിരിക്കാനുള്ള കഴിവുണ്ട്. ഭൂമിയിലേക്ക് എവിടെയെങ്കിലും അവൻ എവിടെയാണോ അവന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് ഈർപ്പുള്ള സ്ഥലങ്ങൾ. നമ്മുടെ തോട്ടങ്ങളിൽ അറിയാലോ, മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ അത് വല്ലാണ്ട് രൂക്ഷമാവും. പിന്നെ ആളുകൾക്കുള്ളൊരു ഇപ്പോൾ നമ്മൾ തോട്ടേക്കാട് ഉണ്ടായതും അങ്ങനെ തന്നെയാണ്. ഈ ഒരു വേനൽ മാസങ്ങളിൽ ഇവൻ്റെ അറ്റാക്ക് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കരുതും ഇവൻ പോയിന്ന്, പക്ഷേ അത് പോയിട്ടുണ്ടാവില്ല. അവൻ്റെ സമയത്തിനനുസരിച്ച് അവൻ ഇറങ്ങി വരും. അവൻ എവിടെ വേണമെങ്കിലും ഞാൻ പറഞ്ഞില്ല 3 വർഷം വരെ അങ്ങനെ ഇരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ആലോചിക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു വ്യാപ്തി എത്രയാണ്. അപ്പോൾ അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, എത്രത്തോളം നമ്മളെ ബാധിക്കുന്ന ഒന്നാണ് ഇതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ആ ഒറ്റ കാരണം മതി. 3 വർഷം ചങ്ങാതിക്ക് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ശരിക്കും ഇതിനെ നശിപ്പിക്കേണ്ട ഒരു സമയം പറയുന്നത് വേനൽമഴ. ഇതിന് ഏറ്റവും നമുക്ക് എന്താ പറയുക, വളരെ എളുപ്പത്തിൽ നശിപ്പിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് സമയം വേനൽ മഴ തുടങ്ങുന്ന സമയമാണ്. കാരണം ആ സമയത്ത് നമുക്കറിയാം നമ്മളെ തോട്ടങ്ങളിലൊക്കെ വല്ലാണ്ട് പച്ചപ്പ് ഉണ്ടാവില്ല. അതായത് ഇവനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മറ്റ് കീടങ്ങളെ പോലെ അതിൻ്റെ ഒരു സോഴ്സിൽ ചെന്ന് നമ്മൾ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവനെ നമ്മൾ ശേഖരിച്ച് നശിപ്പിക്കണം. അതിന് പ്രത്യേക ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ ഞാൻ മാത്രം ഇവനെ ശേഖരിക്കാൻ വേണ്ടി ഒരു കെണി സ്ഥാപിച്ച് ആ കെണിയിൽ കുറച്ച് ഒച്ചു വന്ന് അത് സ്ഥിരമായിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു കൺട്രോൾ കിട്ടില്ല. ഇത് എങ്ങനെയാണെങ്കിലും പഞ്ചായത്തോ വാർഡോ ഒന്നും നോക്കാതെ സാമൂഹിക അടിസ്ഥാനത്തിൽ എല്ലാവരും ആഴ്ചയിലൊരു 3 ദിവസം പറയുന്ന പോലെ കൃത്യമായിട്ട് കെണി വെച്ച് ഇവയെ ട്രാപ്പ് ചെയ്ത് നശിപ്പിക്കണം. ശേഖരിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റെമഡി. ഇവർ രാത്രി സഞ്ചാരികളാണെന്ന്. അതെ. ഇവരെ നമ്മൾ പകൽ നോക്കിയാൽ കാണില്ല. അപ്പോൾ നിങ്ങളെ വീഡിയോയിലും പറയുന്നത് നമ്മൾ രാത്രി ബൈക്കിൽ പോകുമ്പോഴാണിത് കാണുന്നത്. രാത്രിയാണ്, സന്ധ്യ കഴിഞ്ഞാൽ നമ്മുടെ ഈർപ്പുള്ള സ്ഥലങ്ങൾ, നമ്മളെ അടുക്കളയുടെ പുറകുവശം, ചായ്പുകൾ, അവിടെയൊക്കെ ഇവനങ്ങോട്ട് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് ടോർച്ചും കൊണ്ട് അടിച്ചു നോക്കിയാൽ തന്നെ നമ്മളവിടെ പഞ്ചായത്തിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം കുറച്ച് രൂക്ഷമായിട്ട് വരുന്നുണ്ട്. കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ആൻ്റണിക്കാട് എന്നൊരാൾ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും കാലം വന്നിരുന്ന നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കൂറ്റമ്പാറ, തോട്ടേക്കാട് ഈ ഒരു ഭാഗത്ത് കുറേ കൃഷിയിടത്തിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇതിന് കഴിഞ്ഞ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ അവിടെ ചെറിയൊരു ക്യാമ്പയിൻ പോലെ ഒരു ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇവയെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഒരാൾ കെണി വെക്കുക എന്നുള്ളതല്ല, സാമൂഹിക അടിസ്ഥാനത്തിൽ അതിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നമ്മുടെ ക്ലബ്ബുകൾ, നമ്മുടെ വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളെല്ലാം എന്തൊക്കെ വഴിയാണോ നമുക്ക് ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിന് ഒരു സാമൂഹിക അടിസ്ഥാനത്തിൽ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോലെ ആഴ്ചയിലൊരു 3 ദിവസം വളരെ സിമ്പിളാണ്. വലിയൊരു എന്താ പറയുക, റോക്കറ്റ് സയൻസ് ഒന്നല്ല, വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചണച്ചാക്കുകൾ നന്നായിട്ട് നനച്ചിട്ട് അതിലോട്ട് നമ്മുടെ ക്യാബേജിൻ്റെ ഇല, കോളിഫ്ലവറിൻ്റെ ഒക്കെ ഇല, മറ്റ് പച്ചക്കറിയുടെ കടയിലുള്ള വേസ്റ്റുകൾ, ഏറ്റവും ബെസ്റ്റ് ക്യാബേജ്, കോളിഫ്ലവറിൻ്റെ ഒക്കെ ഇല, പിന്നെ പപ്പായ തണ്ട് ഇല, ഇതൊക്കെ ഒരു ദിവസം പുളിപ്പിച്ചിട്ട് നന്നായിട്ട് ഞൊരടിയിട്ട് ചണച്ചാക്കിൽ ഇടുക. ഇതെന്ത് ചെയ്യുക, പകൽ വെക്കേണ്ട, സന്ധ്യാസമയം കഴിഞ്ഞിട്ട് നമ്മുടെ നല്ലൊരു സ്ഥലത്ത് തോട്ടത്തിൽ ഈ സാധനം വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ വെക്കാൻ പോകുന്നത് എന്താണ്, ഞാൻ പറഞ്ഞു ഇവൻ ഹൊറേഷ്യസ് ഫീഡറാണ്, ഭക്ഷണം തേടി വരും. അപ്പോൾ ഭക്ഷണം സുലഭമായിട്ട് നമ്മുടെ തോട്ടങ്ങൾ ഇങ്ങനെ കാട് മൂടി കിടക്കുന്ന ഒരു തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു ചണച്ചാക്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വളരെ എഫക്റ്റീവായിട്ട് ഇവൻ ഇങ്ങോട്ട് വരില്ല. കാരണം അവന് ഇഷ്ടമുള്ള ഭക്ഷണം അവൻ്റെ സ്ഥലത്ത് തന്നെ ഉണ്ട്. ചിലപ്പോൾ അവൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ജസ്റ്റ് പുറത്തിറങ്ങിയാൽ തന്നെ അവന് ഇഷ്ടം പോലെ കാട് മൂടി കിടക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടുന്ന് അവനത് കഴിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യേണ്ടത് വേനൽ മഴ തുടങ്ങുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറയാൻ കാരണം. അപ്പോൾ ചണച്ചാക്കിൽ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇത് വെക്കുക. ഇഷ്ടം പോലെ നമ്മുടെ ഒച്ചുകൾ ഇതിലോട്ട് വരും, ഉറപ്പായിട്ടും വരും. പുളിപ്പിച്ച ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലോട്ട് ഇവൻ വരുന്ന സാധനത്തിന് എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൗ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളൊരു 1 ലിറ്റർ വെള്ളത്തിൽ 1/4 കിലോ ഉപ്പ് എന്നുള്ള തോതിൽ ഒരു ബക്കറ്റിൽ ഉപ്പ് ലായനി കലക്കി വെക്കുക. ആ ഉപ്പ് ലായനിലോട്ട് ഇവനങ്ങ് തട്ടുക. ഇതാണ് ഏറ്റവും സിമ്പിളസ്റ്റ്. ഞാൻ ഈ പറഞ്ഞ ഈ സാധനത്തിലൊന്നും വലിയ നമുക്ക് പൈസ ചിലവുള്ള സാധനം ഒന്നുമില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് ഒച്ചുകൾ വന്നേക്കാം, പക്ഷേ അതൊരു പ്രദേശം മൊത്തം നല്ല രീതിയിൽ ക്യാമ്പയിൻ മോഡിൽ, ഞാൻ ഈ പറഞ്ഞ നമ്മുടെ യുവജന ക്ലബ്ബുകളെയോ മറ്റ്
സാമൂഹിക സംഘടനകൾ ആരാണെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊരു എന്താ പറയുക ക്യാമ്പയിൻ മോഡലിൽ ചെയ്താലേ ഇത് വളരെ എഫക്റ്റീവായിട്ട് കാണും. ഓരോ വീട്ടുകാരും വിചാരിക്കണം തന്നെ. അതെ അതെ അതെ, അങ്ങനെ വിചാരിച്ചാൽ മാത്രമേ ഇതിനെ എന്നാലേ നടക്കുള്ളൂ. ഇപ്പോൾ ഒരാൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ടത്തിലെ കുറച്ച് ഇപ്പോൾ നിങ്ങളുടെ തോട്ടത്തിൽ നിങ്ങൾ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന ആളാണെന്ന് വിചാരിച്ചോളൂ. തൊട്ടപ്പുറത്തൊരു തരിശുഭൂമി ഉണ്ട്, അതിങ്ങനെ കാടുമൂടി കിടക്കുകയാണ്. അതങ്ങനെ കിടക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യും? നിങ്ങളെ തോട്ടം നന്നായിട്ട് വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇവൻ അങ്ങോട്ട് പോവും. അപ്പോൾ അതിൽ നമ്മുടെ കൃഷിയിലെ കൃഷിത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് മൾച്ചിങ് വരെ ചെയ്യരുതെന്ന് പറയും. എന്നുവെച്ചാൽ പൊതയിടില്ല നമ്മൾ, അതുവരെ പരമാവധി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയും, വല്ലാണ്ട് രൂക്ഷമാണെങ്കിൽ. കാരണം തോട്ടം നന്ന വൃത്തിയായി കളയൊന്നുമില്ലാതെ കിടക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ ഈ കെണി വെക്കുന്നതെങ്കിൽ ഇവൻ നന്നായിട്ട് വരും. ഇത് നമ്മൾ കേരളത്തിൽ പല സ്ഥലത്തും ഇത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ തോട്ടക്കാടനെ ഞാൻ അന്ന് പറഞ്ഞിട്ട് അന്ന് അവിടുത്തെ ആളുകൾ എനിക്ക് ഫോട്ടോ എടുത്ത് ഇങ്ങനെ അയച്ചു തന്നിരുന്നു. സാർ ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്നെയാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ വരുന്നത് പപ്പായയുടെ തണ്ട്, ഇല, ക്യാബേജ് പുളിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വരും. ഈ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അതുണ്ടാക്കുന്നല്ലേ, മാലിന്യമൊക്കെ വലിച്ചെറിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ കാരണമാകുന്നുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ശുചിത്വം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷിക്കാൻ പുറത്ത് കുറേ സാധനം ഉണ്ടാകുമ്പോൾ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് ചണച്ചാക്കിൽ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞ വേനൽക്കാലത്ത് വെക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആ സമയത്ത് എങ്ങനെയായാലും നമ്മുടെ തോട്ടം കുറച്ചൊന്ന് വരണ്ട് ഉണങ്ങിയ അവസ്ഥയായിരിക്കും. അപ്പോൾ വേനൽ മഴ തുടങ്ങുന്ന സമയത്ത് ഇവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് വരുമ്പോൾ വലിയ രീതിയിൽ ഈ മഴക്കാലത്ത് കാണുന്ന പോലെ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ കെണി തേടി നല്ലോണം വരും. എന്നിരുന്നാലും നമ്മൾ അടിച്ച് മഴ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു കെണി വെച്ചുകൊണ്ട് ഇതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ, ഇതിൻ്റെ പ്രജനനം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലോട്ട് പോകും. കാരണം ഞാൻ പറഞ്ഞാൽ ഇവൻ എന്തും തിന്നും. നമ്മളെ കാപ്പി, നമ്മുടെ വാഴ എല്ലാം, ഈവൻ നമ്മൾ ഈ പറഞ്ഞ കളകളടക്കം എന്തുവാണെങ്കിലും തിന്നും. വൊറേഷ്യസ് ഫീഡർ എന്ന് ഞാൻ നേരത്തെ പറയാൻ കാരണം അതാണ്. ഇത് ചത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഇവനെ കൊണ്ടൊരു ഉപകാരമുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഉപ്പുവെള്ളത്തിലിട്ട് നമ്മളിതിനെ കൊല്ലുന്നു. ഈ സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറന്തോട് ഷെൽസ് നമുക്ക് കിട്ടും. പലരും ഞാനത് കത്തിച്ച് കളയുന്നത് കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യണ്ട. നമ്മളത് മണ്ണിൽ ഏറ്റവും കുറവുള്ളൊരു സാധനമാണ് കാൽസ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഈ ഒരു കീടം മാത്രമല്ല, ഒരു ശല്യം കൂടിയാണ് ഇവൻ. കാരണം ഇവൻ നമ്മളവിടെ തന്നെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഈ മതിലുകളിലൊക്കെ തേക്കാത്ത മതിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹോളോ ബ്രിക്സിൻ്റെ ഇടയിലുള്ള ഈ സിമെൻ്റ് ഉണ്ടല്ലോ, അതടക്കം ഇവൻ തിന്നുന്നുണ്ട്. കാരണം ഇവൻ്റെ എല്ലാം എന്ന് പറയുന്നത് ഇവൻ്റെ ഷെല്ലാണ്. ഈ ഷെല്ലിന് കാൽസ്യം വേണം. ആ കാൽസ്യം കിട്ടാനാണ് ഇവന് തിന്നുന്നത്. അപ്പോൾ അത്രത്തോളം കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഷെൽസാണ്. അത് കത്തിച്ച് കളയണ്ട, നേരെ കൊണ്ടുവന്നിട്ട് നമ്മളെ തോട്ടത്തിൽ തെങ്ങിൻ്റെ തടത്തിലൊക്കെ നന്നായിട്ട് കുഴിച്ചങ്ങിടുക. കുമ്മായത്തിനിടുന്നതിന് ബദലായിട്ട് മണ്ണിലോട്ട് കുറച്ച് കാൽസ്യം കൂടി. അതേ പറഞ്ഞത് ഇവൻ ചത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമുള്ളൊരു സാധനമാണ്. അതിന് വെറുതെ നശിപ്പിച്ച് കത്തിച്ച് കളയണ്ട, നേരെ കൊണ്ടുവന്ന് കുഴിച്ചിടാം. ശരി, 1 കിലോ അല്ല, ഒരു 10 കിലോൻ്റെ കുമ്മായത്തിന് 150 രൂപയാണ്. നല്ല രീതിയിൽ സാധനം വരികയാണെങ്കിൽ ട്രാപ്പിലോട്ട് ഇഷ്ടം പോലെ വരും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അത് വെക്കുന്ന സമയവും കാലാവസ്ഥ അനുസരിച്ചിരിക്കും. ഈ കർഷകർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതൊന്ന് കൂട്ടമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും അറിയാം അവിടെ ഒച്ചുണ്ട്. അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ, അത് അപ്പുറത്തെ വാർഡിലല്ലേ, ഇതിൻ്റെ വാർഡിലല്ലല്ലോ, അപ്പുറത്തെ വാർഡിലല്ലേ, വീട്ടിലല്ലേ, ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും കൺട്രോൾ ആവില്ല. ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ശേഖരിച്ച് നശിപ്പിക്കുന്ന ഒരു പണിയാണ്. നമ്മളെ വീടുകളിലൊക്കെ ചട്ടി ഉണ്ടാവും. അപ്പോൾ ഈ വക്ക് പൊട്ടിയ ചട്ടിയാണ്, മറ്റേ പുതിയ ചട്ടി നിർക്കണ്ട. അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, ഒരു 500 ഗ്രാം ഗോതമ്പ്, ഒരു 5 ഗ്രാം ഈസ്റ്റ്, 200 ഗ്രാം ശർക്കര, ഒരു 25 ഗ്രാം തുരിശിൻ്റെ പൊടി. തുരിശാണ് ഇതിലെ ഇവരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന സാധനം. ഇതെന്ത് ചെയ്യുക, കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് ഒരു കുഴമ്പ് പരുവാക്കിയിട്ട് ചട്ടിയിൽ വെക്കുക. പക്ഷെ ഇത് വെക്കുമ്പോഴുള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലത്ത് ഇത് സാധ്യമാവില്ല. വെള്ളം ചട്ടിയിൽ നിറയും. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സൺഷെയ്ഡിൽ മഴയില്ലാത്ത സ്ഥലത്ത്, എന്നാൽ ഈർപ്പമുള്ള സ്ഥലത്ത് നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ ഇവനെ നമ്മൾ ശേഖരിച്ച് നശിപ്പിക്കുന്നതിന് പകരം ഇവൻ ഇത് വന്ന് തേടി തിന്ന് അവിടെ ഈ തുരിശുണ്ടായതുകൊണ്ട് ഇത് ഭക്ഷിക്കുന്നതോടുകൂടി ഇവൻ തീരുമാനമാവും. അപ്പോൾ അങ്ങനെ ഒരു രീതി കൂടി ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത്, നിങ്ങൾക്ക് മെറ്റാൽഡിഹൈഡ് അടങ്ങിയിട്ടുള്ള പെല്ലറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിലും കിട്ടും, ബിഗ് ഹാറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ കിട്ടും, നമ്മൾ സാധാരണ കടകളിൽ, പെസ്റ്റിസൈഡിൻ്റെ കടയിൽ കിട്ടും. പക്ഷേ അതെന്താ വെച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിലും ഇവിടെയൊക്കെ എല്ലായിടത്തും കോഴി അങ്ങനത്തെ മറ്റ് സംഭവങ്ങൾ, ചെറിയ കുട്ടികൾ, അതൊക്കെ അപ്പോൾ വിഷം വെക്കുന്ന രീതി അത്ര പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ ഒന്നല്ല. അത്രയും സൂക്ഷ്മമായി നോക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട്, വളരെ ലോ കോസ്റ്റ് ആയിട്ട് ഈ 2
മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവൻ നമ്മുടെ വിളകളെ ഇവൻ്റെ നിന്ന് സംരക്ഷിക്കാൻ നമുക്ക് പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ കോപ്പർ അടങ്ങിയിട്ടുള്ള ഒരു ജൈവ കുമിൾനാശിനി ഉണ്ട്, കോപ്രോക്സി ക്ലോറൈഡ്, ഒരു 3 മില്ലി വാങ്ങിക്കാൻ കിട്ടും. കോപ്രോക്സി ക്ലോറൈഡ് 3 മില്ലി 1 ലിറ്റർ എന്ന തോതിൽ നന്നായിട്ട് കലക്കിയിട്ട് നമുക്ക് നമ്മുടെ തോട്ടത്തിലുള്ള ചെടികളിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ വരാതെ നോക്കും. അല്ലെങ്കിൽ ഇവൻ്റെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോപ്പർ അടങ്ങിയതുകൊണ്ട് ഇവൻ ചത്തുപോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ചെയ്യാവുന്നത് കാര്യം വലിയ വൃക്ഷങ്ങളുണ്ടാവും, തെങ്ങ് കവുങ്ങ് പോലില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോഡോ കുഴമ്പുണ്ട്. ഈ തുരിശും കുമ്മായും വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെ. വേണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 1 ലിറ്റർ ബോഡോ കുഴമ്പ് ഉണ്ടാക്കണമെങ്കിൽ 100 ഗ്രാം തുരിശിടുക, ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതേപോലെ 100 ഗ്രാം കുമ്മായ എടുക്കുക, നീറ്റിയിട്ട് എടുക്കുക, 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കുക, സെപ്പറേറ്റ് കലക്കുക. നന്നായിട്ട് കലക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, തുരിശ് ലായനി നമ്മുടെ കുമ്മായം ലായനിയിലോട്ട് ഒഴിക്കണം. പെട്ടെന്ന് മനസ്സിലാകാൻ പറയും, വെള്ള ചുമരിൽ നീല പെയിൻ്റ് അടിക്കുക, തുരിശ് നീല കളറാണ്. ഈ കലക്കിയ സാധനം വലിയ കട്ടിയുള്ള കുഴമ്പൊന്നും ആവില്ല. നന്നായിട്ട് നമ്മളെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കവുങ്ങിൻ്റെയും തെങ്ങിൻ്റെ ഒക്കെ ചുവടെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവൻ കയറുന്നത് നമുക്ക് ഇല്ലാതാക്കാം, ഒരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കോപ്പർ അടങ്ങിയിട്ടുള്ള COC ഞാൻ നേരത്തെ സ്പ്രേ ചെയ്യുന്ന കാര്യം പറഞ്ഞു. നെല്ലിലും വെള്ളരിവർഗ്ഗ വിളകളിലും ചെയ്യരുത്. ഇവൻ ടോക്സിസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ കൃഷിയെ അത് ബാധിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സ്പ്രേയിങ് നെല്ലിലും വെള്ളരിവർഗ്ഗ പച്ചക്കറിയിലും ചെയ്യരുത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മളെ ബ്ലീച്ചിങ് പൗഡർ, സുലഭമായി കിട്ടുന്ന ബ്ലീച്ചിങ് പൗഡർ, ബോറാക്സിൻ്റെ പൊടി, ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് ചുറ്റും നമ്മൾ വിതറി, ഒരിക്കലും തണ്ടിൽ തട്ടരുത്. ബ്ലീച്ചിങ് പൗഡർ പ്രത്യേകിച്ച് ചുറ്റും നമ്മളൊരു വൃത്തം വരച്ചിട്ട് അതിലിടുകയാണെങ്കിലും ഇവൻ അതിലോട്ട് കയറുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഗവൺമെൻറ് ഇടപെട്ടിട്ട് എന്തെങ്കിലും പദ്ധതികളോ ബോധവൽക്കരണ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ഇതിന് പ്രത്യേക ഫണ്ട് നീക്കി വെക്കലോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതൊരു വലിയൊരു എന്താ പറയുക, ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. നമുക്കൊന്ന് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടി വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. 2 പേര് മുട്ടയിടുന്നതും ഒരു സൈക്കിളിൽ ഇത്രയും മുട്ട വരുന്നതും ഇവൻ ഇത്ര കാലം ഒളിഞ്ഞിരിക്കാൻ പറ്റുന്നതും ഇവൻ ഒരു ഒറേഷ്യസ് ഫീഡർ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് നമുക്ക് വേണ്ടത് ഒന്ന് ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ആളുകൾക്ക് ഉണ്ടായി വരുന്നുണ്ട്, പല സ്ഥലത്തും വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. പിന്നെ നമുക്കിത് വേണ്ടത് ക്യാമ്പയിൻ മോഡ് ആക്ഷനാണ്. അതിന് വേണ്ടത് നമ്മുടെ ഈ പറഞ്ഞ പോലെ LSTVയുടെയും ജനങ്ങളുടെയും അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെയും അതേപോലെയുള്ള ക്ലബ്ബുകൾ, യുവജന ക്ലബ്ബുകൾ, ഇവരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് ക്യാമ്പയിൻ മോഡിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. കാരണം ഇതിനൊരു ക്യാമ്പയിൻ നടത്തുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് മാത്രം വലിയൊരു തുകയൊന്നും നമുക്ക് നീക്കി വെച്ച് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ആളുകൾ ഇതിന് സന്നദ്ധരാവുക, ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഇത്തരം കാര്യങ്ങൾ മാക്സിമം അവരിൽ എത്തിക്കാൻ പറ്റുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു 3 ദിവസം ഒരാൾ ചെയ്യുന്നതിന് പകരം ഒരു പ്രദേശത്ത് 50 പേര് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയോ മടങ്ങാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ജനകീയാസൂത്രണത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഒരു കൂട്ടം ആളുകൾക്കാണ് ഇതിനെ നശിപ്പിക്കാൻ കഴിയുക. അത്രേ ഉള്ളൂ. ഇവൻ ഒരു കൂട്ടമായിട്ടാണ് വരിക. ഇവനെ നശിപ്പിക്കണമെങ്കിലും നമ്മളൊരു കൂട്ടായ്മയോട് കൂടി നിന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് തുടർന്ന് പോവും. ഇത് വലിയ രീതിയിൽ ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ആഗോളതലത്തിൽ തന്നെ 2ാമത്തെ ഏറ്റവും വിനാശകാരിയായ അധിനിവേശ കീടമാണ് ജയൻ്റ് ആഫ്രിക്കൻ സ്നേക്ക്. ഇത്രയധികം കാര്യങ്ങളിലൂടെ നമുക്കിതിനെ നശിപ്പിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കൃഷി ഓഫീസറായിട്ടുള്ള ഷിയാസ് സാറ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്നാൽ മാത്രമേ ഇതിനെ നമുക്ക് നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. കാരണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ വില്ലനായിട്ടാണ് ഈ ഒരു കള നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുള്ളത്.